നിപ വൈറസ്. നിപ വൈറസ് വായുവിലൂടെ പകരുമോ? അതെ, വൈറസ് ശ്വസനത്തുള്ളികളിലൂടെ പടരുന്നു. ഇതിനർത്ഥം ഒരാൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഇത് വായുവിലൂടെ പടരുമെന്നാണ്. നിപ്പ വൈറസ് പകർച്ചവ്യാധിയാണ്. ഉമിനീർ, മലം, മൂത്രം, രക്തം തുടങ്ങിയ ശരീരസ്രവങ്ങളിലൂടെ ഇത് പടരും. ഇതിനർത്ഥം നിങ്ങൾ നിപ വൈറസ് ബാധിച്ച ഒരു വ്യക്തിയെ പരിചരിക്കുകയാണെങ്കിൽ ആ വ്യക്തി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ നിങ്ങൾക്ക് അത് പകരാം. നിപ വൈറസിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്ക് പകരുന്ന വൈറസാണ് നിപ. വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ഇത് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുണ്ട്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരാം. അസുഖബാധയുള്ളവരെ പരിചരിക്കുന്നവരിലേക്ക് രോഗം പകരാൻ സാധ്യത ഉണ്ട്. രോഗലക്ഷണങ്ങൾ. വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്ന കാലയളവ് ഇൻകുബേഷൻ പീരീഡ് 4 മുതൽ 14 ദിവസം വരെയാണ്. ഇത് ചിലപ്പോൾ 21 ദിവസം വരെയാകാം. രോഗബാധ ഉണ്ടായാലും ലക്ഷണങ്ങൾ വ്യക്തമാകാൻ ഇത്രയും ദിവസങ്ങൾ വേണം. പനിയും തലവേദനയും തലകറക്കവും ബോധക്ഷയവുമൊക്കെയാണ് ലക്ഷണങ്ങൾ. ചുമ, വയറുവേദന, മനംപിരട്ടൽ, ഛർദി, ക്ഷീണം, കാഴ്ചമങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങളും അപൂർവമായി കാണാറുണ്ട്. രോഗലക്ഷണങ്ങൾ ആരംഭിച്ച 1-2 ദിവസങ്ങൾക്കകം തന്നെ കോമ അവസ്ഥയിലാകാം. തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ് ഉണ്ടാവാനും വലിയ സാധ്യതയാണുള്ളത്. ശ്വാസകോശത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള സ്രവം, രക്തം, മൂത്രം, തലച്ചോറിലെ നീരായ സെറിബ്രയ സ്പൈനൽ ഫ്ലൂയിഡ് എന്നിവയിൽ നിന്നുമെടുക്കുന്ന സാമ്പിളുകൾ RT-PCR പരിശോധന വഴിയാണ് രോഗനിർണയം നടത്തുന്നത്. നിപ വൈറസ് മനുഷ്യർക്ക് മാരകമായേക്കാം. സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ US അനുസരിച്ച് എല്ലാ കേസുകളിലും 40% മുതൽ 75% വരെ മരണം സംഭവിക്കാം. എന്താണ് നിപ വൈറസിന് കാരണമാകുന്നത്? രോഗം ബാധിച്ച പന്നികളുമായി സമ്പർക്കം പുലർത്തിയ ആളുകൾക്ക് അസുഖം വരാൻ തുടങ്ങിയപ്പോഴാണ് ആദ്യമായി നിപ്പ വൈറസ് ബാധയുണ്ടായത്. പന്നികളിലേക്ക് വൈറസ് കടത്തിയ വവ്വാലുകളാണ് യഥാർത്ഥ ഉറവിടം എന്ന് ഗവേഷകർ നിർണയിച്ചു. രോഗം ബാധിച്ച വവ്വാലോ പന്നിയോ അതിന്റെ ശരീരസ്രവം മറ്റൊരു മൃഗത്തിലേക്ക് പകരുകയാണെങ്കിൽ അവ ആ മൃഗത്തെ ബാധിക്കും. മനുഷ്യർ മൃഗത്തിന്റെ ശരീരസ്രവം ആയി സമ്പർക്കം പുലർത്തുന്നുണ്ടെങ്കിൽ, അതായത് മൂത്രം, മലം, രക്തം അല്ലെങ്കിൽ ഉമിനീർ എന്നിവയിൽ നിന്ന് രോഗം പകരാം. ഒരു വ്യക്തിക്ക് വൈറസ് ബാധിച്ചാൽ സ്വന്തം ശരീരസ്രവങ്ങളിലൂടെ അത് മറ്റുള്ളവരിലേക്ക് പകരാം. രോഗബാധിതരായ മൃഗങ്ങളുടെ ദ്രാവകങ്ങളാൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ മലിനമാകുമ്പോഴും ഇത് സംഭവിക്കുന്നു. ഇതിൽ പഴങ്ങളും അസംസ്കൃത ഈന്തപ്പനയിൽ നിന്നുള്ള പാനീയങ്ങളും ഉൾപ്പെടുന്നു. വവ്വാലുകൾ ഉറങ്ങുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന മരങ്ങളിൽ സ്ഥിരമായി കയറുന്നവർക്കും നിപ വൈറസ് ബാധിച്ചിട്ടുണ്ട്. നിപ വൈറസ് ബാധിച്ച ഒരാളെ ചികിത്സിക്കുമ്പോൾ പരിചരണം നൽകുന്നവർ സംരക്ഷണ ഉപകരണങ്ങൾ ധരിക്കേണ്ടത് പ്രധാനമായത്. അണുബാധയുള്ള വവ്വാലുകൾ, പന്നികൾ, മനുഷ്യർ എന്നിവരുമായി ഇടപഴകുന്നതാണ് വൈറസിന്റെ പ്രധാന അപകടഘടകം. പ്രത്യേകിച്ച് നിപ വൈറസ് ബാധയുള്ള പ്രദേശങ്ങളിൽ അസുഖമുള്ള മൃഗങ്ങളെ ഒഴിവാക്കാൻ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. നിപ വൈറസിന് മരുന്നുണ്ടോ? വൈറസിനെ ചികിത്സിക്കാൻ ആന്റിവൈറൽ മരുന്നുകളൊന്നുമില്ല. നിപ വൈറസ് ഭേദമാക്കാൻ വാക്സിനോ മരുന്നുകളോ ഇല്ല. നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ചികിത്സ. അതായത് ധാരാളം വെള്ളം കുടിക്കുക, ധാരാളം വിശ്രമം ലഭിക്കുക, ഓക്കാനം അല്ലെങ്കിൽ ഛർദി നിയന്ത്രിക്കാൻ മരുന്നുകൾ ഉപയോഗിക്കുക, ശ്വസന ബുദ്ധിമുട്ടുകൾ മെച്ചപ്പെടുത്താൻ ഇൻഹേലറുകൾ അല്ലെങ്കിൽ നെബുലൈസറുകൾ ഉപയോഗിക്കുക. നിപ വൈറസ് തടയാൻ കഴിയുമോ? നിപ വൈറസ് ബാധയുള്ള പ്രദേശത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ വൈറസ് പിടിപെടാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. ഇടയ്ക്കിടെ കൈ കഴുകുക. അസുഖമുള്ള പന്നികളുമായോ വവ്വാലുകളുമായോ സമ്പർക്കം പുലർത്തുന്നത് ഒഴിവാക്കുക. പന്നി ഫാമുകൾ വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. വൈറസ് ബാധയുള്ള മൃഗങ്ങളെ ഉടൻ തന്നെ ക്വാറന്റൈനിൽ എത്തിക്കണം. വവ്വാലുകൾ വിശ്രമിക്കുന്നതോ ഉറങ്ങുന്നതോ ആയ മരങ്ങളോ കുറ്റിക്കാടുകളോ ഒഴിവാക്കുക. ഈന്തപ്പന പാനീയം അല്ലെങ്കിൽ പഴം പോലെ മലിനമായേക്കാവുന്ന കാര്യങ്ങൾ കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. എല്ലാ പഴങ്ങളും കഴിക്കുന്നതിനു മുമ്പ് കഴുകി തൊലി കളയുക. വവ്വാലിന്റെ കടിയോ നിലത്തു തൊടുന്ന പഴങ്ങളോ ഉള്ള ഏതെങ്കിലും പഴം വലിച്ചെറിയുക.
വൈറസ് ബാധിച്ച ഒരു വ്യക്തിയുടെ ഉമിനീർ, രക്തം അല്ലെങ്കിൽ മറ്റ് ശരീരസ്രവങ്ങൾ എന്നിവയുമായി സമ്പർക്കം ഒഴിവാക്കുക. നിപ വൈറസ് പടരുന്നത് തടയാനും അണുബാധ നിയന്ത്രണ നടപടികൾ സഹായിക്കും. ശരീരസ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഐസൊലേഷൻ അല്ലെങ്കിൽ ഫുൾ കവറേജ് ഗൗണുകൾ, മെഡിക്കൽ കയ്യുറകൾ, സുരക്ഷാ ഗ്ലാസുകൾ അല്ലെങ്കിൽ കണ്ണടകൾ പോലുള്ള നേത്ര സംരക്ഷണം, മെഡിക്കൽ അല്ലെങ്കിൽ സർജിക്കൽ മാസ്കുകൾ. ആശുപത്രികളിലും മറ്റ് ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിലും ആരോഗ്യ പരിരക്ഷാ ദാതാക്കൾ സാധാരണ അണുബാധ നിയന്ത്രണ പ്രോട്ടോക്കോളുകൾ പരിശീലിക്കണം. എല്ലാ ക്ലിനിക്കൽ പ്രതലങ്ങളും അണുവിമുക്തമാക്കാനും ക്യുലിസ്റ്റ് അണുനാശിനികൾ ഉപയോഗിക്കാൻ പരിസ്ഥിതി സംരക്ഷണ ഏജൻസി ശുപാർശ ചെയ്യുന്നു.